ഗൈസ്, നമുക്ക് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ? അങ്ങനെ പെട്ടെന്നൊന്നും വാടിപ്പോവാത്ത ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണ് ഓണം സെലിബ്രേഷൻ. അതിൽ നമുക്ക് ഗേൾസിന് മെയിനായിട്ടുള്ള കാര്യമാണ് മുല്ലപ്പൂവ്. എല്ലാ പ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ല ചെയ്യും. പക്ഷെ നമുക്കായിട്ട് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നും ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നോ, കുറച്ച് പൈസ എടുത്ത് മേടിച്ചാൽ പോരെയെന്ന്. പക്ഷേ അതൊക്കെ ഒരു രസമല്ലേ നമ്മളത് ഉണ്ടാക്കുന്നതൊക്കെ ഇട്ട് പോകുമ്പോൾ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ടിഷ്യൂ പേപ്പർ മടക്കി എടുക്കുക, രണ്ട് എൻഡും യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടു നമ്മളിതിൽ കാണുന്നതിനൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് പച്ച കളറ്, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് മതി കേട്ടോ. നമുക്ക് തണ്ടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് കയ്യിലാക്കിയിട്ടൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്ലിയർ നടുവിൽ കിട്ടും, രണ്ട് തണ്ട് പോലെ. നമുക്ക് എത്ര നീളം വേണമെന്നനുസരിച്ച് സൂചി നൂലും കോർത്തെടുക്കുക, അതിലേക്കുള്ള പൂക്കളും ഉണ്ടാക്കുക. ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. നമ്മൾ DIY ആയിട്ടുള്ള ജാസ്മിൻ ഫ്ലവേഴ്സ്, അത് നമ്മൾ മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ മനസ്സിലാവുന്നില്ല. നല്ല സൂക്ഷിച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പം അങ്ങനെ സെറ്റായല്ലേ, അങ്ങനെ ഒറിജിനലായി തോന്നില്ലേ?